ഡയബറ്റീസ് റിവേഴ്സിബിൾ ആണോ? ഡയബറ്റീസ് ഈസ് റിവേഴ്സിബിൾ, അതൊരു ശാസ്ത്രീയമായ സത്യമാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റത്തിൽ ഇപ്പോഴും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി കുറച്ച് ദുരൂഹതകളും അവ്യക്തതകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ ഡോക്ടർ സുധീറിന് ഇത്തരമൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഡയബറ്റീസ് റിവേഴ്സിബിൾ ആണോ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ദുരൂഹതകളും അവ്യക്തതകളും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഒരു പരിധിവരെ നോക്കിയാൽ ആ വാക്ക് ഉപയോഗിക്കാമോ എന്നൊരു ആശങ്ക തന്നെ മെഡിക്കൽ സർക്കിൾസിലുണ്ട്. ഒരു കാരണം മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. കൂടുതലും ഇത്തരത്തിലുള്ള ക്രോണിക് കോംപ്ലക്സ് ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് ദേ ആർ കൺസിഡേർഡ് ഇൻക്യൂറബിൾ ആൻഡ് ക്യാൻ ഓൺലി ബി മാനേജ്ഡ്. കോംപ്ലിക്കേഷൻസ് തടയാനുള്ള സ്ട്രാറ്റജികൾ എടുക്കുക, ഇതാണ് അതിനകത്തുള്ള ഏറ്റവും അക്സെപ്റ്റഡ് അപ്രോച്ച്. മറ്റൊന്ന് ഫോക്കസ് ആ ഡിസീസിലാണ്, അതിൻ്റെ ഡയഗ്നോസിസിലാണ്, ഒരു പേരിടുക. അപ്പോൾ ഒരിക്കൽ ആ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളോ ഇൻസുലിനോ, ഈ കാര്യത്തിൽ ഡയബറ്റീസിലാണ് മരുന്നുകളോ ഇൻസുലിനോ ആയി, പ്രോസസ്സിലോ ആ ഡിസീസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു ഫങ്ഷണൽ ഇംബാലൻസിലോ അല്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡയബറ്റീസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയുന്നൊരു വ്യക്തിയുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഇതിൻ്റെ പ്രോസസ്സിനൊരു ചുരുങ്ങിയ ഒരു 5-10 വർഷമെങ്കിലും സമയം എടുത്തിട്ടുണ്ടാവും മിനിമം, അല്ലെങ്കിൽ അത് കൂടുതലാവാനേ വഴിയുള്ളൂ. അപ്പോൾ എന്ത് തരത്തിലുള്ളൊരു ഫങ്ഷണൽ ഇംബാലൻസ് ആണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഇവിടെ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ആ ഫങ്ഷനുള്ള ഇംബാലൻസിൻ്റെ ആകെത്തുകയാണ് ഡയബറ്റീസ്. പക്ഷേ കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റത്തിൽ അനുസരിച്ച് കൂടെ നോക്കുമ്പോൾ ഡയഗ്നോസിസ് കഴിഞ്ഞു, മരുന്നുകളിലേക്ക് നീങ്ങും. അതിൻ്റെ പുറകിലുള്ള ഫങ്ഷണൽ ഇംബാലൻസിനെ കുറിച്ച് വേണ്ടത്ര ഫോക്കസ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോക്കസിൽ ഊന്നിയാൽ മാത്രമേ നമുക്ക് ഡയബറ്റീസ് റിവേഴ്സൽ പോസിബിൾ ആവൂ. കാരണം ഫങ്ഷൻ can either move forward, improve, or it can move backward or deteriorate. When you see it in a functional point of view, diabetes reversal ഒരു യാഥാർത്ഥ്യമായി മാറും. നിലവിലത്തെ കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റത്തിൽ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഡ്രഗ് തന്നെയാണ്. ഒരു ഫാർമക്കോ തെറാപ്പി എന്ന് പറയുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഡയബറ്റീസ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു നല്ലൊരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, അതൊരു മെക്കാനിക്കിൻ്റെ കയ്യിൽ എത്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്പാനർ സെറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹം നിസ്സഹായനായിരിക്കും, വളരെ ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ആ കാറ് റിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷേ ഈ പറഞ്ഞ പ്രോബ്ലം നന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലേ? ഏകദേശം ഇതുപോലെ തന്നെയാണ് നമുക്കിനി ഡയബറ്റീസ് റിവേഴ്സലിന് വേണ്ട ഒരു അപ്രോച്ച്. ഒരു കൺവെൻഷണൽ മെഡിസിനൽ സിസ്റ്റത്തിലെ എക്സ്പേർട്ട് ഇന്ന് ഡയബറ്റീസ് റിവേഴ്സലിൽ ഹാൻഡിക്യാപ്ഡ് ആണ്. കാരണം ആകെയുള്ളൊരു ടൂൾ മെഡിക്കേഷനാണ്. അതേസമയത്ത് ഒരു ലൈഫ് സ്റ്റൈൽ സെൻറ്റേഡ് അപ്രോച്ചിലൂടെ മാത്രമേ റിവേഴ്സൽ എന്നുള്ള ഗോൾ സാധ്യമാകൂ. പക്ഷേ ലൈഫ് സ്റ്റൈൽ സെൻറ്റേഡ് അപ്രോച്ചിലേക്ക് പോകുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. യു റിക്വയർ വേരിയസ് അതർ സർവീസസ്. ഓക്കെ, ബട്ട് ദി മെഡിക്കൽ സിസ്റ്റം ഇസ് ഗിയർഡ് ടുവേർഡ്സ് സ്പെഷ്യലൈസേഷൻ. നമുക്കെന്നറിയാം, സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി. സോ ആസ് വി അഡ്വാൻസ് ത്രൂ ദാറ്റ് ചാർട്ട്, through that spectrum, we have something like called a knowledge induced myopia. വളരെ ലേസർ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അപ്രോച്ചാണ്, ഒരു കുതിരയ്ക്ക് ജീനി വെച്ചത്. അപ്പോൾ മറ്റ് സർവീസുകളെക്കുറിച്ച് പിന്നെ ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. പറയാറുണ്ട്, യു മിസ് ദ ഫോറസ്റ്റ് ഫോർ ദ വുഡ്സ്. ഓക്കെ, അതായത് നിങ്ങൾ നിൽക്കുന്നത് ഒരു വളരെ നിബിഡമായ വനത്തിലാണ്, പക്ഷേ നിങ്ങൾ ഒരു മരം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥ പോലെ ആയിപ്പോയി ഒരു പരിധിവരെ നിലവിലത്തെ ഈ ഒരു ചികിത്സാ രീതിയുടെ. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സലിലെ ഏറ്റവും ഫലപ്രദമായ ഒരു ടൂളിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് അവയർനെസ് തന്നെ ഇല്ലാതായാൽ യു ക്യാൻ ഓൺലി ഇമാജിൻ ഈവൻ എ വെൽ അഡ്വാൻസ് സിസ്റ്റം ലൈക്ക് അവർ കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റം കനോട്ട് വർക്ക് എഫിഷ്യൻ്റ്ലി ഫോർ ദ പേഷ്യൻ്റ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാനൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറുടെ ഒരു പോഡ്കാസ്റ്റിൽ കേട്ടൊരു ഉദാഹരണമാണ്. ഒരുപക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഏറ്റവും വലിയ ജീവൻ രക്ഷാ മരുന്ന് പോലെ തന്നെ കാണാവുന്ന ഒന്നാണ് ഇൻസുലിൻ ഷോട്ട്സ്. ഇൻസുലിൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ചികിത്സ പൂർണ്ണമായിട്ടും നമുക്കൊന്ന് പരാജയപ്പെട്ടു പോയത്. പക്ഷേ ഇന്ന് ഇൻസുലിൻ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ ഒരു ടു മച്ച് ഓഫ് ഡിപ്പെൻഡൻസി ഓൺ ഇൻസുലിനിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നേരത്തെ ഡോക്ടർ സുധീർ പറഞ്ഞ പോലെ പ്രമേഹം ഉണ്ടായി വരാൻ സാധ്യതയുള്ള മറ്റ് ജീവിതശൈലി അല്ലെങ്കിൽ മറ്റ് ജീവിത ഘടകങ്ങളെ കാണാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ ഡിപ്പെൻഡൻസി
നമ്മൾ മരുന്നുകളിലോട്ടും ഇൻസുലിനിലോട്ടും കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും കൺവെൻഷൻ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഡയബറ്റീസ് റിവേഴ്സലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു വൺ മാൻ ഷോയ്ക്ക് വലിയ പ്രസക്തിയില്ല. ഒരു വ്യക്തിയുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പേർട്സിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഡയബറ്റീസ് റിവേഴ്സലിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യധാര ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമുകളിനകത്ത് എന്തുകൊണ്ട് ഇത്തരം ഒരു സമീപനം ഉണ്ടാകുന്നില്ല? Okay, so let's establish one thing. Reversal of diabetes should be based on lifestyle-centered approach, no doubt. ജീവിതശൈലി പുനർക്രമീകരിക്കുക എന്നത് തന്നെ ആയിരിക്കണം ഡയബറ്റീസ് റിവേഴ്സലിൻ്റെ ഫണ്ടമെൻ്റൽ. അതിൻ്റെ ആണിക്കല്ല് അത് തന്നെയായിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം അതിൻ്റെ ചേരുവകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും അത്തരത്തിലുള്ള ചികിത്സാ പദ്ധതി ഉൾപ്പെടുത്തണം. അതിന് പല എക്സ്പെർട്ടുകളുടെ ഒരേ സമയത്തുള്ള പേഷ്യൻറ്റുമായിട്ടുള്ള സഹകരണം ആവശ്യമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്ക് ആവശ്യമാണെന്നർത്ഥം. എനിക്കറിയാവുന്നിടത്തോളം ആസ് യു ബിക്കം മോർ ആൻഡ് മോർ എക്സ്പേർട്ട് ഇൻ എ ഫീൽഡ് യു ടെൻ ടു ബി നോട്ട് എ ഗുഡ് ടീം പ്ലെയർ. ഇതൊരു ആരോപണമല്ല, ഒരു വസ്തുതയാണ്. കാര്യം യു ആർ എ വൺ മാൻ ആർമി. അതിൻ്റെ ഒരു പരിധിവരെ അതിൻ്റെ മിസ്റ്റേക്ക് പബ്ലിക്കിലും ഉണ്ടെന്ന് ഞാൻ പറയും. ഓക്കെ, കാര്യം ഒരു ഹീറോ വർഷിപ്പ് അവിടെ ഉണ്ട്. ആ ഒരു സിംഗിൾ വിൻഡോ സൊല്യൂഷൻ ആയിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതൊരു ക്രോണിക് കോംപ്ലക്സ് പ്രോസസ്സാണെന്നിരിക്കെ ഒരു പനി മാറ്റുന്നത് പോലെ ഒരു ക്വിക്ക് ഫിക്സ് അപ്രോച്ച് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഡയബറ്റീസിൽ വേണ്ട രീതിയിൽ ഈ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഡോക്ടർക്ക് അറിയാം. അതിൻ്റെ ശാസ്ത്രീയമായ ഘടകങ്ങളെക്കുറിച്ച് ഡോക്ടർക്ക് അറിയാമെങ്കിൽ പോലും നിലവിൽ സമൂഹം ഇത്തരമൊരു എക്സ്പെക്റ്റേഷൻ, ഇത്തരമൊരു സോഷ്യൽ ഡിമാൻഡ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? ദേ ആർ അണ്ടർ പ്രഷർ ടു പ്രിസ്ക്രൈബ്. പബ്ലിക്കും മനസ്സിലാക്കണം, 4 വയസ്സുള്ളൊരു കുട്ടി 5 വയസ്സുള്ളൊരു കുട്ടിയെ സ്കൂളിൽ ചേർത്താൽ അവനൊരു ഡോക്ടറോ എഞ്ചിനീയറോ PhD ഹോൾഡറോ സയൻറ്റിസ്റ്റോ ആയി മാറാൻ അതിനൊരു വലിയൊരു മിനിമം 20 വർഷം പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഡോക്ടർ സുധീറിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുമ്പോൾ ഡോക്ടർ സുധീറിന് ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. എനിക്ക് ഒരു രസകരമായൊരു എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞതാണ്. അതായത് യു മേ ബി എ ഫേമസ് കാർഡിയോതൊറാസിക് സർജൻ. ഇൻഫാക്ട് യു ആർ ദ ബെസ്റ്റ് പ്ലംബർ വെൻ ഇറ്റ് കംസ് ടു അവർ ഇൻറ്റേർണൽ പൈപ്പ് ലൈൻ. ഓക്കെ, പക്ഷേ വീട്ടിലൊരു ടാപ്പ് കേടായാലോ? ഒരു പ്ലംബറെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവിടെ ഒരു ടീം വർക്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ ഇത്രയും ക്രോണിക് കോംപ്ലക്സ് അല്ല. ഇതിനൊരു ബ്ലൂ പ്രിൻ്റ് പോലും പലപ്പോഴും അവൈലബിൾ അല്ല നമ്മുടെ ശരീരത്തിൽ നമ്മടത്തോളം വരുമ്പോൾ. എക്സാക്ട് ബ്ലൂ പ്രിൻ്റ് അവൈലബിൾ. അവിടെ മാത്രം വി ഹാവ് എ റെറ്റിസൻസ്. കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റം ഒരു വിമുഖത അവിടെ ഉണ്ട്, ഒരു ടീം അപ്രോച്ചിൽ വർക്ക് ചെയ്യാനായിട്ട്. മേ ബി ദാറ്റ്സ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ് ടു ദിസ് കൊണൻഡ്രം വേർ യു കനോട്ട് റിവേഴ്സ് ഡയബറ്റീസ് എഫക്റ്റീവ്ലി. കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ടീം, ആ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്ന, കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു കോച്ചിങ് സ്റ്റൈൽ അപ്രോച്ച് അവിടെ ആവശ്യം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഡയബറ്റീസ് റിവേഴ്സൽ വിജയിക്കൂ. അപ്പോൾ അതായത് മെഡിക്കേഷൻസ് മാത്രമല്ലാതെ തന്നെ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വളരെ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റിൻ്റെ റോളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് എക്സ്പെർട്ടിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ബിഹേവിയർ മോഡിഫൈ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെർട്ടിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ മറ്റ് ശീലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെർട്സ് ആവശ്യമുണ്ട്. മേ ബി നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ ഒരു ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെ ആവശ്യമായിട്ട് വന്നേക്കാം. സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികം ആൾക്കാർ ഇൻവോൾവ് ചെയ്താൽ മാത്രം നടക്കുന്നൊരു യാഥാർത്ഥ്യമാണല്ലോ ഡയബറ്റീസ് റിവേഴ്സൽ. But one thing is very clear. Such an approach is the only way out of diabetes. And this is the future of diabetes. This is the future of diabetes management and care. Medications alone is not an answer. ഡയബറ്റീസ് റിവേഴ്സലിൽ ആ പ്രോഗ്രാമിൻ്റെ കടിഞ്ഞാണ് ഡോക്ടർക്കായിരിക്കണോ അതോ ആ വ്യക്തിക്കായിരിക്കണോ, പേഷ്യൻ്റായിരിക്കണോ? ഒരു തരത്തിൽ നോക്കിയാൽ അതൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. പക്ഷേ സാധാരണഗതിയിൽ ഒരു എക്സ്പെർട്ട് സെൻട്രിക് ആയിട്ടാണ് അപ്രോച്ച് പോകുന്നത്. അദ്ദേഹം ഡോക്ടറാണ് നടുക്ക്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് വിജ്ഞാനം, അദ്ദേഹമാണ് അവസാന വാക്ക്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ
കോർണർ സ്റ്റോൺ ലൈഫ് സ്റ്റൈൽ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ ഇറ്റ് ഷുഡ് ബി പേഷ്യൻ്റ് ഇൻ ദ സെൻറ്റർ, ഇറ്റ് ഷുഡ് ബി പേഷ്യൻ്റ് സെൻട്രിക്, ഇറ്റ് ഷുഡ് ബി പേഷ്യൻ്റ് ലെഡ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം. അതായത് ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഓണർഷിപ്പ് ആക്ച്വലി പേഷ്യൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പേഷ്യൻറ്റും കൂടെ അതിനകത്ത് സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഇതിലെടുത്തെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. പക്ഷേ അവിടെയുള്ളൊരു ചലഞ്ച് അത്തരത്തിലുള്ള ഒരു ഓണർഷിപ്പ് ആ വ്യക്തി ഏറ്റെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം, അതിനൊരു കഴിവുണ്ടാകണം, അദ്ദേഹം എക്യുപ്ഡ് ആയിരിക്കണം, അദ്ദേഹം അവെയർ ആയിരിക്കണം, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അദ്ദേഹം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഒരു റിയലൈസേഷൻ ഉള്ള ഒരാളായിരിക്കണം. തീർച്ചയായിട്ടും. കാര്യം നിങ്ങൾ ഏറ്റവും വില കൂടിയ ഒരു കാർ, സപ്പോസ് ഒരു BMW കാർ ഓടിക്കുകയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബി ഓട്ടോ മെക്കാനിക്. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് എന്നുള്ള സ്കിൽ അറിഞ്ഞാൽ മതി. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ഡയബറ്റീസ്, ഇഫ് യു ആർ ബാറ്റിലിംഗ് ഡയബറ്റീസ്, യു നീഡ് ടു ഹാവ് എ വർക്കിംഗ് നോളജ്. ഇതിനെക്കുറിച്ചുള്ളൊരു ഒരു ഏകദേശ ധാരണ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഡോക്ടർ സുധീർ പറഞ്ഞ ഈ വിഷയത്തിനകത്ത് ഞാൻ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് ചികിത്സകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഈ ഏതൊക്കെ ലൈഫ് സ്റ്റൈൽ ആസ്പെക്ട്സ് ആണ് അവരുടെ ഈ ഡയബറ്റീസ് പ്രോസസ്സിനെ വേഴ്സനാക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഇൻവോൾവ് ആയതിനെ കുറിച്ചിട്ടുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി പലപ്പോഴും പലർക്കും ഇല്ല. ഇപ്പോഴും രാവിലെ 2 ഇഡ്ഡലിയും ഒരു പുഴുങ്ങിയ പഴവും വെച്ചുകൊണ്ട് തുടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റും അതിനുശേഷം അതിന് പറ്റുന്ന മരുന്നുകൾ എടുത്തുകൊണ്ട് തുടങ്ങുന്ന പ്രമേഹ രോഗികൾ, നിരവധി പ്രമേഹ രോഗികളെ എനിക്കറിയാം. നിരവധി ആൾക്കാരുടെ ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിലാണ്. ഉദാഹരണത്തിന് പല ആൾക്കാരും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ എനർജി ലെവൽസിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളരെയധികം മാറ്റം ഉണ്ടായി. ഐ ഫീൽ എനർജറ്റിക് ത്രൂ ഔട്ട് ദ ഡേ. അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സെക്സ് ഫങ്ഷൻസ്, ഓക്കെ, ആ ലിബിഡോയിലൊരു സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മൂഡ് ടെമ്പർമെൻ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസുകളാണ് നമ്മൾ കൂടുതലും ആൾക്കാരിൽ കാണാറുള്ളത്. ഇതിൻ്റെ ആകത്തുകയാണ് വാട്ട് വി കോൾ റിവേഴ്സൽ. പ്രമേഹ ചികിത്സയിലും നമ്മൾ പലതരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഈ മരുന്നുകളുടെ പ്രവർത്തന രീതി ഫണ്ടമെൻ്റലായിട്ടുള്ള അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളുടെ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു കോംപ്ലക്സ് പിന്നെ ടോപ്പിക് ആണെങ്കിൽ നമുക്ക് ലളിതമായിട്ട് നോക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനമായ ഒരു സിമ്പിൾ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് അധികം ശരീരത്തിൽ കയറാതെ നോക്കുന്ന സഹായിക്കുന്ന നമ്മുടെ പിന്നെ ദഹന വ്യവസ്ഥയിൽ വെച്ച് തന്നെ അതിനെ തടയുന്നു. 2, ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ. ഓക്കെ, വേറെ ചില മരുന്നുകളാണെങ്കിൽ അമിതമായിട്ടുള്ള ശരീരത്തിലെ ഷുഗറിനെ കിഡ്നിയിലൂടെ നമ്മുടെ യൂറിനിലൂടെ ഒഴുക്കി കളയാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം കോംപ്ലക്സ് ആണ് ഇത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓരോ മരുന്നിനും ഒട്ടനവധി ആക്ഷൻസ് ഒരു മരുന്നിന് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മരുന്നുകളെ കേന്ദ്രീകരിച്ച് മരുന്നുകൾ തന്നെ മുഖ്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചികിത്സാ രീതികളും ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് റിവേഴ്സിന് തമ്മിലുള്ളൊരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ഫങ്ഷൻ. ഗ്ലൂക്കോസ് മറ്റടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സിംറ്റം മാത്രമേ ഉള്ളൂ, ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ഫങ്ഷൻ ഉണ്ടാവുന്നില്ല. മേ ബി മരുന്നുകളുടെ സപ്പോർട്ട് പിൻവലിച്ചാൽ വീണ്ടും ആ സിംറ്റംസ് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വഷളാവാനുള്ള സാധ്യത. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എനി ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം ഷുഡ് ബി ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് മെഡിക്കേഷൻ. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ലേറ്റർ. പക്ഷേ ഇവിടെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഗ്ലൂക്കോസ് എനർജിയായി മാറുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്സിൻ്റെ ആ ഒരു ഫങ്ഷൻ്റെ ഏതെങ്കിലും 1, 2, 3 പോയിന്റിലായിരിക്കും ആ ഡ്രഗ് വർക്ക് ചെയ്യും. ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് ഇൻ ഇംപ്രൂവിങ് ദാറ്റ് പ്രോസസ് that can only be achieved by lifestyle modification or an approach centered on lifestyle modification. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഒരു ടീം ബേസ്ഡ് അപ്രോച്ച്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ യൂസിങ് എ ഡ്രഗ് ആൻഡ് അച്ചീവിങ് എൻ HbA1c ആൻഡ് യൂസിങ് എ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് അച്ചീവിങ് ദ സെയിം HbA1c. ഒന്നുകിൽ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള ഇത്തരം മരുന്നുകൾ കൊണ്ട് മാത്രം, ജസ്റ്റ് ബൈ മെഡിക്കേഷൻ ഉള്ളി. അല്ലെങ്കിൽ ഒരുപക്ഷെ പല ആൾക്കാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, മരുന്നുകൾ ഒരിക്കൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് കഴിവതും ഏറ്റവും നല്ല തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ മരുന്ന് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ മരുന്ന് ഉപയോഗിക്കാതെ ഒരു പക്ഷേ ഭയത്തോടു കൂടി മാറി നിന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ജീവിതശൈലി ക്രമീകരണം മാത്രം നോക്കുന്ന ഒരു സമീപനമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ന്യൂനതകളും ഭവിഷ്യത്തുകളുമുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? ഏറ്റവും മികച്ച ഒരു അല്ലെങ്കിൽ ഏത് ഡയബറ്റിസ് റിവേഴ്സൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആയിരിക്കണം. ഇല്ലാത്ത ഒന്നിലും ഒരു ഡയബറ്റിസ് റിവേഴ്സൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാനും. ജുഡീഷ്യസ് ആയിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം വേണ്ടി വരാം, അവിടെ അതിൽ നിന്ന് വിമുഖത കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ an approach which excludes lifestyle approaches, nutrition, exercise, sleep, stress management will never reverse diabetes. നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കേഷൻസ് ഷുഡ് നെവർ ബി ദ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ഓഫ് എനി ഡയബറ്റിസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, അറ്റ് ബെസ്റ്റ് നമ്മൾ പറയാറുണ്ട് ഒരു തീ കണയ്ക്കാൻ ഉപയോഗിക്കാം, ഒരു ഫയർ ഫൈറ്റിംഗ് പോലെ ഒരു ഇൻ്ററിം അപ്രോച്ചാണ്. പക്ഷേ ഒരു ലൈഫ് ലോങ് ഡിപ്പെൻഡൻസ് ഓൺ മെഡിക്കേഷൻ will never give you diabetes reversal. You can just best manage and go. അപ്പോൾ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഡെഫിനറ്റ്ലി ടു കം ഔട്ട് ഓഫ് മെഡിക്കേഷൻസ്. മരുന്നുകളുടെ ഉപയോഗം ഇഫ് പോസിബിൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസിൽ മാത്രമല്ല, മേ ബി HbA1c മരുന്നുകളില്ലാതെ തന്നെ 5.6 താഴെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കുക. അല്ലെങ്കിൽ മിനിമൽ മെഡിക്കൽ സപ്പോർട്ടോടു കൂടി തന്നെ കൊണ്ടുവരിക. അതും റിവേഴ്സിൻ്റെ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. പിന്നെ ഓഫ് കോഴ്സ് അതിനെ തുടർന്ന് മറ്റ് ബ്ലഡ് വാല്യൂസിലും മാർക്കേഴ്സിലും ഒക്കെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് കൊണ്ടുവരിക എന്നതൊക്കെ തന്നെ ഡയബറ്റിസ് റിവേഴ്സിൻ്റെ കൂടെ സംഭവിക്കാൻ പോകുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന മാർക്കേഴ്സും റിവേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും HbA1c അച്ചീവ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. ഒരു വ്യക്തിയുടെ HbA1c ഇമ്പ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യുന്നു, അവരുടെ ഊർജം എനർജി ഇമ്പ്രൂവ് ചെയ്യുന്നു, ആ ബ്രെയിൻ ഫോഗ് ഇല്ലാതാവുന്നത്, നല്ല കൂടുതൽ മെമ്മറി, കൂടുതൽ ഫോക്കസ്, കൂടുതൽ ഷാർപ്പാവുന്നു, അടിക്കടിയുള്ള ഇൻഫെക്ഷൻസിൻ്റെ ഫ്രീക്വൻസി കുറയുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഭേദമാവുന്നു. ഓക്കെ, സെക്ഷുവൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. ഒട്ടനവധി ആൾക്കാരെ വളരെയധികം ഇമോഷണലിയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നൊരു സംഗതിയാണിത്. ഇതിനോടൊപ്പം HbA1cയും കൂടി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് ഡയബറ്റിസ് റിവേഴ്സൽ എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. ദ മിയർ റിഡക്ഷൻ ഇൻ യുവർ വാല്യൂസ് and no improvement in quality of life is not reversal. It's just managing diabetes. ഒരു ശാസ്ത്രീയമായ അടിത്തറയിൽ ഊന്നിയിട്ടുള്ള ഒരു ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാം എങ്ങനെ ഇരിക്കണം, അതാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. ഓക്കെ, തീർച്ചയായിട്ടും അത് ലൈഫ് സ്റ്റൈൽ സെൻട്രിക് ആയിരിക്കണം, പേഷ്യൻ്റ് സെൻട്രിക് ആയിരിക്കണം, പേഷ്യൻ്റ് ലെഡ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കണം, മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കണം, ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം. സോ ഇത്തരത്തിലുള്ള ഒട്ടനവധി ക്രൈറ്റീരിയകൾ ഒത്തുചേരുന്ന ഒരു ഡയബറ്റിക് റിവേഴ്സൽ പ്രോഗ്രാം തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഹാർമണി ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് വി വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ദ മെറ്റബോളിക് പിരമിഡ് അപ്രോച്ച് ടു റിവേഴ്സിങ് ഡയബറ്റിസ്. ഇതൊരു ട്രയാങ്കുലർ പിരമിഡാണ്. അപ്പോൾ ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് 4 കോണറുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 4 കോണർ അടങ്ങുന്ന ട്രയാങ്കുലർ പിരമിഡ് ഓരോ പോയിന്റുകളും ഒരു പക്ഷേ ഡയബറ്റിസ് റിവേഴ്സലിൻ്റെ കോർണർ സ്റ്റോൺസ് അല്ലെങ്കിൽ അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് വേണം നമുക്ക് വിളിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ 4 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ കൂടെ ഡയബറ്റിസ് റിവേഴ്സൽ വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളൂ. അത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യം. കാരണം ഇതൊരു പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അല്ല ഇതൊരു സയൻറ്റിഫിക് ടേബിളിൽ മാത്രം അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്ലാറ്റ്ഫോമിൽ മാത്രം ഡിസ്കസ് ചെയ്യേണ്ട ഒന്നല്ല. എനിക്കൊന്ന് ഇതിൻ്റെ ഓരോ ആസ്പെക്ട്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പെക്സ് ഒരു പക്ഷേ ഈ ട്രയാങ്കുലർ പിരമിഡിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന വിഷയം മസിൽസാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഡ്രഗ് നല്ലതാണ്, പക്ഷേ ഡ്രഗ്സ് ക്യാൻ ഓൺലി ഹെൽപ്പ് ടു മാനേജ് ഡയബറ്റീസ്. ഡയറ്റും നല്ലത് തന്നെയാണ്, പക്ഷേ ഡയറ്റ് പിന്നെ ഒന്ന് സെഡേറ്റ് ചെയ്യാനേ സഹായിക്കുകയുള്ളൂ. സെഡേറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. തൽക്കാലത്തേക്കൊന്ന് നമ്മളെ ഒന്ന് മയക്കി കിടത്താൻ സാധിക്കും. പക്ഷേ ഡയറ്റ് എപ്പോഴെങ്കിലും വഷളാവുകയാണെങ്കിൽ വീണ്ടും പ്രമേഹം അതിശക്തമായി തിരിച്ചു വരും. ഇവിടെയാണ് മസിൽസിൻ്റെ റോള് വരുന്നത്. അപ്പോൾ എന്താണ് മസിൽസിൽ ഡയബറ്റിസ് റിവേഴ്സിൻ്റെ റോൾ? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തൂടെ എത്തുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായിട്ട് മാറും. നമ്മുടെ ശരീരത്തിലെത്തുന്ന ഈ ഗ്ലൂക്കോസ് പ്രധാനമായിട്ടും 3 സ്ഥലത്താണ് ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു അപ്പാർട്ട്മെൻറ്റിലോ
ഒരു മോളിൽ എത്തുന്ന കാറുകൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് സമാനമാണ്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് എടുക്കാവുന്ന സ്ഥലം ലിവറാണ്. പക്ഷേ ലിവറിൽ പാർക്കിംഗ് സ്പേസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ അതിനൊരു വാലറ്റ് പാർക്കിംഗ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. വളരെ കുറച്ച് കാറുകൾക്ക് മാത്രമേ അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മിക്ക ആൾക്കാരിലും ഈ പാർക്കിംഗ് ലോട്ട് ഓൾറെഡി ഫുള്ളായിരിക്കും. മിക്ക ആൾക്കാരിലും ഫാറ്റ് ഡെപ്പോസിഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ, ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഗ്ലൂക്കോസ് മാത്രമേ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു മെജോറിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന അടുത്ത പാർക്കിംഗ് ലോട്ട് എന്ന് പറയുന്നത് മസിൽസാണ്. അപ്പോൾ മസിൽസ് നല്ലവണ്ണം ഉണ്ടെങ്കിൽ വളരെയധികം ഗ്ലൂക്കോസിനെ പാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മസിൽസിനെ വിളിക്കുന്നത് ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ഗ്ലൂക്കോസ് ഡിസ്പോസൽ എന്ന് വിളിക്കുന്നത് മസിൽസിനാണ്. പിന്നെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, അത് എനിക്ക് തോന്നുന്നു ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്താണ്. അത് അഡിപ്പോസ് സെൽസാണ്, അതായത് നമ്മുടെ കൊഴുപ്പിൻ്റെ കോശങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ ആരും അത്രമാത്രം കൊഴുപ്പിൻ്റെ കോശങ്ങളായിട്ട് ഈ ഗ്ലൂക്കോസിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല അത് ആരോഗ്യപരമായി ഒട്ടും റെക്കമെൻഡ് ചെയ്യാവുന്നതല്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഡയബറ്റീസ് റിവേഴ്സലിൻ്റെ ഏറ്റവും സുപ്രധാനമായ റോള് കൂടുതൽ മസിൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മസിൽസിൻ്റെ വോളിയവും സ്ട്രെങ്തും ബിൽഡ് ചെയ്യുന്ന എക്സസൈസുകളാണ് മെറ്റബോളിക് പിരമിഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. അപ്പം എക്സസൈസ് പലപ്പോഴും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു മേഖലയാണ്. ഓരോരുത്തരും എക്സസൈസ് അവരുടെ അഭിരുചിക്കനുസരിച്ച് കാണുന്നു. അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങളും മടിയും ആലസ്യവും ഒക്കെ വെച്ചാണ് എക്സസൈസ് കാണുന്നത്. ചിലർ നടക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ എക്സസൈസായി കാണുന്നു. തെറ്റില്ല. പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് മസിൽ സെൻട്രിക് ആയിട്ടുള്ള മസിൽ വോളിയം ബിൽഡ് ചെയ്യുന്ന വെയ്റ്റ് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള എക്സസൈസുകളാണ്. അങ്ങനത്തെ ഒരു എക്സസൈസിന് മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് റിവേഴ്സലിനും ഇൻഫാക്റ്റ് ഇഫ് യു വുഡ് ഇറ്റ് ക്യാൻ ഈവൻ കിൽ ഡയബറ്റീസ് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിയലി ബിൽഡിങ് അപ്പ് ദ മസിൽ. എനിക്ക് തോന്നുന്നു നമുക്കവിടെ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പലരും ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ശരീരത്തിൽ ഇപ്പോൾ എത്ര സ്കെലിറ്റൽ മസിൽസ് ഉണ്ടെന്ന് ആദ്യം അറിയണം. അത് അസസ്മെൻ്റാണ്. അവിടെ ഒരു ബോഡി കോമ്പോസിഷൻ അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനം മസിൽസ് ഇപ്പോൾ ഉണ്ടെന്ന് നോക്കി അതിനെ അടിസ്ഥാനമാക്കി ഒരു കുറച്ച് പ്രൊഫഷണലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു എക്സസൈസ് പ്രോഗ്രാം, അത് നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ, നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനറും കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എക്സസൈസിൽ കൂടെ പടിപടിയായിട്ട് നിങ്ങളുടെ സ്കെൽട്ടൻ മസിൽസിൻ്റെ വോളിയം, അതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസ് വേണം വേണ്ടത്. തീർച്ചയായിട്ടും ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം അവിടെയും അപ്രോച്ച്. ഡെഫിനറ്റ്ലി ഇൻഡിവിജ്വലൈസ്. കാരണം എല്ലാവർക്കും എല്ലാ എക്സസൈസും ഒരുപക്ഷെ ചിലപ്പോൾ തുടക്കത്തിൽ പറ്റിയെന്ന് വരില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ഇഫ് യു കാൺട്ട് ബിൽഡ് മസിൽസ്, അല്ലെങ്കിൽ മസിൽസിൻ്റെ പെർസെൻറ്റേജ് അതിൻ്റെ വോളിയം കൂട്ടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് റിവേഴ്സൽ നടത്തിയെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല എനിക്കൊന്ന് മസിൽസ് വൺസ് യു ബിൽഡ് മസിൽസ് ഇൻഫാക്ട് ഇറ്റ്സ് ആൾസോ ഗിവിങ് യു കുഷ്യൻ. കുറച്ച് ഡയബറ്റീസ് കുഷ്യൻ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ശരീരത്തിൽ അഥവാ നമ്മുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വന്നാലും ബ്ലഡ് ഷുഗർ ഒരു പരിധിക്കപ്പുറം കടന്നു പോകാതെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു ഗ്ലൂക്കോസ് സിങ്ക് ആയി വർക്ക് ചെയ്യാനും മസിൽസിന് സാധിക്കും. അവിടെ പിന്നെ ഹാർമണിയിൽ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യത്യാസം കാണുന്നത് എക്സസൈസിന് ഒരു നല്ലൊരു സയൻസ് ഉണ്ട്. അതിൽ മസിൽ സ്ട്രെങ്ത്, മസിൽ വോളിയം, അതുപോലെ തന്നെ നമ്മളുടെ എൻഡുറൻസ് ബിൽഡ് ചെയ്യുന്ന എക്സസൈസുകൾ, VO2 മാക്സ്, അതുപോലെ പിന്നെ സോൺ 2 എക്സസൈസുകൾ, പിന്നെ കുറച്ച് സ്റ്റെബിലിറ്റി എക്സസൈസ്, ഇതെല്ലാം കൂടി സയൻറ്റിഫിക്കായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹാർമണിക്ക് തന്നെ നമ്മുടെ ക്ലയൻസിന് ഒരു ഓൺലൈനായിട്ടുള്ള ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ റൺ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻസ് കൊടുത്തുകൊണ്ട് അവരുടെ മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരുപക്ഷെ ആൾക്കാരിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു ഡയബറ്റീസ് റിവേഴ്സലിനും ആ റിവേഴ്സലിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻഫാക്ട് എക്സസൈസ് ഇസ് നോ മോർ എ ഫാഷൻ അല്ലേ, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് റിക്വയർമെൻറ്റ്. തീർച്ചയായിട്ടും അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയാവുന്നത് നമ്മളുടെ ന്യൂട്രീഷനാണ്. ഇവിടെ ഡോക്ടർ സുധീർ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ആൾക്കാർക്ക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമില്ല. ഡയറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഡയറ്റും ന്യൂട്രീഷനും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഇപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റിനെ ഹാൻഡിൽ ചെയ്യാനുണ്ട്, അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ, യുക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും വീണ്ടും കാർബോഹൈഡ്രേറ്റ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും ഭാഗമായി കഴിക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ്. മാത്രമല്ല ഇന്നത്തെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും, പ്രമേഹം ഇല്ലാത്തൊരാൾക്കാർക്കാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഭക്ഷണക്രമത്തിൻ്റെ ആവശ്യമേ ഇല്ല.
അവിടെ നമുക്ക് വേണ്ട ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ അന്നജമുള്ള ഒരു ലോ കാർബോഹൈഡ്രേറ്റ് എന്നാൽ നല്ല അളവിൽ ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങുന്ന, അതോടൊപ്പം നല്ല ക്വാളിറ്റി കൊഴുപ്പുകൾ അടങ്ങുന്ന, നല്ല നാരുകൾ അടങ്ങുന്ന ഒരു ഭക്ഷണക്രമമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ന്യൂട്രീഷൻ അതുകൊണ്ട് കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരുപക്ഷെ അത് കംപ്ലീറ്റ് ആകുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം എന്നുള്ളത് ഒരു സിനിമ ഡയലോഗിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നടക്കാത്ത സുന്ദരമായൊരു സ്വപ്നമാണ്. അപ്പോൾ യാഥാർത്ഥ്യം എന്താണ്? കഴിയുന്നിടത്തോളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഡയറ്റിൽ നിന്ന് തന്നെ കിട്ടാൻ ശ്രമിക്കുകയും, പക്ഷേ നമുക്ക് വേണ്ട പ്രാക്ടിക്കലായിട്ട് നമുക്ക് വേണ്ട വിട്ടുപോകുന്ന ചില പോഷകങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള സപ്ലിമെൻ്റ് കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആ ന്യൂട്രീഷൻ എന്നുള്ള ആസ്പെക്റ്റ് ആക്ച്വലി കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്നാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ കഴിക്കേണ്ടത്, ലഞ്ചിൽ എന്താ കഴിക്കേണ്ടത്, ഡിന്നറിൽ ഇത് കഴിച്ചാൽ മതിയോ, മില്ലറ്റ് കഴിച്ചാൽ മതി, ഇങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ വരും. സ്വാഭാവികമാണ്. ഏറ്റവും പുതിയൊരു ഡയറ്റ് എന്താണ്? അതെ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഡയബറ്റിസ് റിവേഴ്സിന് പറ്റിയ ഡയറ്റ് ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ഒരു പ്രതിസന്ധിയിലാവുന്നത്. കാരണം എല്ലാവർക്കും പറ്റിയ ഡയറ്റ് എന്നൊന്നില്ല. മറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ മെറ്റബോളിസം, നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതികൾ, നിങ്ങളുടെ വീട്ടിലത്തെ പ്രായോഗികമായ ചുറ്റുപാട്, ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഈ പറയുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചെടുത്ത് അദ്ദേഹത്തിന് തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ പറ്റിയൊരു ഡയറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യം. അത് രുചികരമായിരിക്കണം, അതോടൊപ്പം തന്നെ അത് പ്രായോഗികമായിരിക്കണം, അത് നമ്മൾക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒന്നായിരിക്കണം. അതെ, അതായത് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. മാത്രമല്ല നമ്മൾ സാധാരണ പറയുന്നതല്ല എല്ലാ ദിവസവും മീൻ പിടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നത്. സോ യു ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് ട്രെയിൻഡ് ഹൗ ടു ഡെവലപ്പ് യുവർ ഓൺ ഡയറ്റ് ഇൻ എ വെരി എൻജോയബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേ. നമ്മൾ ഈ മെറ്റബോളിക് പിരമിഡിനകത്ത്, ഈ ട്രയാങ്കുലർ മെറ്റബോളിക് പിരമിഡിനകത്ത് സ്ലീപ്പ് ഒരു കോർണർ സ്റ്റോൺ ആണല്ലോ, ഒരു മുഖ്യമായിട്ട് എലമെൻ്റാണ്. എന്താണ് ഡോക്ടർ സുധീർ അങ്ങനെ അതിനകത്ത് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ കാരണം? കാരണം എല്ലാവരും അത്യാവശ്യമൊക്കെ ഉറങ്ങുന്നുണ്ടല്ലോ. അതെ, ഉറങ്ങി പ്രമേഹത്തെ തോപ്പിക്കാമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇന്നത്തെ നമ്മുടെ സമൂഹം ഒന്ന് മൊത്തമായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം വളരെ കുറവാണ്. നമ്മൾ രാത്രിഞ്ചരന്മാരായി മാറിക്കൊണ്ടിരിക്കും. വളരെ കുറച്ച് ഉറങ്ങുന്നൊരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ട് പ്രധാന കൾപ്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനുകൾ തന്നെയാണ്. കാരണം എന്തോ ആയിക്കോട്ടെ, ഉറക്കം അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണെന്നുള്ളതിനെ കുറിച്ച് തർക്കമില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഇത്രയും അത്യാവശ്യമുള്ള കാര്യം വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ശരിയായ ഉറക്കം കിട്ടാത്തത് പ്രമേഹം ഉണ്ടാക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് പോലും പലർക്കും ധാരണയില്ല. പ്രമേഹം മാത്രമല്ല, ഉയർന്ന രക്തസമ്മർദ്ദം മുതൽ ക്യാൻസർ മുതൽ എന്തിനേറെ ബ്രെയിൻ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന അൽഷീമേഴ്സ് ഡിസീസ് വരെയുള്ള കണ്ടീഷൻസിന് കാരണമാകുന്ന ഒന്നാണ് സ്ഥിരമായുള്ള ക്രോണിക് സ്ലീപ്പ് ഡിപ്രൈവേഷൻ. എനിക്കിപ്പോൾ ഡോക്ടർ സുധീർ പറഞ്ഞപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വായിച്ചൊരു ആർട്ടിക്കിളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നടന്നൊരു പഠനമാണ്. അവിടെ യങ്സ്റ്റേഴ്സ് 18 വയസ്സിൽ അടുപ്പിച്ച് പ്രായമുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എടുത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു ഗ്രൂപ്പ് നല്ല സാധാരണയിൽ സ്വാഭാവികമായിട്ട് നല്ല 8 മണിക്കൂറിലധികം ഉറങ്ങുന്ന ഒരു ഗ്രൂപ്പ്. മറ്റേ ഗ്രൂപ്പിന് ഫോഴ്സ്ഫുള്ളായിട്ട് അവരുടെ ഉറക്കത്തിന് ഒരു 4 മണിക്കൂറായിട്ട് പരിമിതപ്പെടുത്തിയപ്പോൾ വെറും 2 ആഴ്ച കൊണ്ട് അവരുടെ ഈ ഗ്ലൂക്കോസ് ലെവൽസിൽ ഒരു 50% ഇമ്പ്രൂവ്മെൻ്റാണ് ജസ്റ്റ് ഉറക്കത്തിൻ്റെ ചേഞ്ച് കൊണ്ട് മാത്രം അവരുടെ ഹെൽത്തിലുണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഉറക്കം എന്നുള്ളൊരു എലമെൻറ്റ് എന്താണെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി എന്താണെന്നും നിങ്ങൾ എത്ര ഫ്രഷായിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതെന്നും അവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ്റെ, അത് ടൈമിങ്ങിൻ്റെ ആയിരിക്കാം, ക്വാളിറ്റിയുടെ ആയിരിക്കാം, ക്വാണ്ടിറ്റിയുടെ ആയിരിക്കാം, നിങ്ങൾ ആ സർക്കേഡിൻ്റെ ഋതത്തിലാണോ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും ഡെഫിനറ്റ്ലി ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻസ് ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഉറക്കം കുറയുന്നത് ശരീരത്തിൽ ഏറ്റവും വലിയൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. നമ്മുടെ മാനസിക സമ്മർദ്ദം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ശാരീരികമായിട്ടുള്ള ഏറ്റവും വലിയ സമ്മർദ്ദം കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ കുറഞ്ഞ ഉറക്കം, ക്വാളിറ്റി ഇല്ലാത്ത ഉറക്കം. എപ്പോൾ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഹോർമോണിൻ്റെ അളവ് കൂടും. ആ ഹോർമോണിൻ്റെ പേര് കോർട്ടിസോളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോർട്ടിസോളിൻ്റെ ഒരു എഫക്റ്റ് ബ്ലഡ് ഷുഗർ ഉയർത്തുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പോയിന്റ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് 4ാമത്തെ ആ കോർണർ സ്റ്റോണും കൂടെ വേണമെങ്കിൽ ഡിസ്കഷൻ എടുക്കാം. 4ാമത്തെ കോർണർ സ്റ്റോൺ നമ്മുടെ ഒരു മെൻ്റൽ
മേക്കപ്പാണ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ സ്ലീപ്പിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന അതേ വിഷയം തന്നെയാണ് എനിക്ക് തോന്നുന്നു മെൻ്റൽ ഹെൽത്തിൻ്റെ തീർച്ചയായിട്ടും രണ്ടും ബന്ധപ്പെട്ട് കിടക്കും. തീർച്ചയായിട്ടും ശരിയായ ഉറക്കം നല്ലൊരു മാനസികാവസ്ഥയ്ക്ക് ആവശ്യമാണ്, നല്ലൊരു മാനസികാവസ്ഥ ശരിയായ ഉറക്കത്തിനും ആവശ്യമാണ്. എല്ലാം ഈ പിരമിഡിൻ്റെ 4 കോണുകളും പരസ്പര പൂരകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടും കിടക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ഡോക്ടർ സുധീർ പറഞ്ഞ പോലെ ഉറക്കമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കാം, തൊഴിലിൻ്റെ ഭാഗമായിരിക്കാം, കുടുംബ ബന്ധങ്ങളുടെ വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ ആയിരിക്കാം, സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, 100 കൂട്ടം വിഷയങ്ങളാണല്ലോ നമ്മളെ ചുറ്റുപാട് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ക്രോണിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ട്രെസ്സും അജിറ്റേറ്റഡ് ആയിട്ടുള്ള മൈൻഡും നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ കോർട്ടിസോൾ ലെവൽ കൂടുക, ഹൈപ്പർ കോർട്ടിസോളിമിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അത് പ്രമേഹവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്ന് ക്ലിനിക്കലി തന്നെ പഠനങ്ങൾ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. തീർച്ചയായും ഒരു ക്രോണിക് ലോ ഗ്രേഡ് എലിവേഷൻ ഇൻ കോർട്ടിസോൾ, വലിയ ഒരു എലിവേഷൻ അല്ല, പക്ഷേ ക്രോണിക് ആയിട്ട് എലിവേറ്റ് ചെയ്ത് കോർട്ടിസോൾ. ആൻഡ് വൺ ഓഫ് ദ സ്മോളസ്റ്റ് എഫക്ട്സ് ഈസ് ബ്ലഡ് ഷുഗർ എലിവേഷൻ. അതിന് ഒട്ടനവധി ദൂഷ്യവശങ്ങൾ അതിനുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം ശരിയാക്കിയാലും, ഡയറ്റ്, എക്സസൈസ് എല്ലാത്തിലും 100 മാർക്ക് വാങ്ങിച്ചാലും, ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്ലീപ്പ്, യു വിൽ ബി ഫെയിലിംഗ് ഇൻ റിവേഴ്സിങ് യുവർ ഡയബറ്റിസ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ശരിക്കും ഇതൊരു വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു പിരമിഡ് തന്നെയാണെന്ന് വളരെ ധൈര്യത്തോടെ പറയാൻ സാധിക്കും. നിങ്ങളുടെ മസിൽ, അതുപോലെ നിങ്ങളുടെ ന്യൂട്രീഷൻ, നിങ്ങളുടെ സ്ലീപ്പ്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ വാട്ട് ഇഫ് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഡയബറ്റിസ് റിവേഴ്സലും ഈ പറയുന്ന എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച എക്സ്പേർട്സുകൾ അടങ്ങുന്ന ഒരു ടീമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ യാതൊരു സംശയം വേണ്ട, നമ്മൾ നേരത്തെ സംസാരിച്ച ഡയബറ്റിസ് റിവേഴ്സലിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള എലമെൻറ്റ് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞു. പക്ഷേ അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പിരമിഡിന് ചുറ്റും കറങ്ങുന്നൊരു വലിയൊരു സർക്കിളും കൂടെ വേണമെങ്കിൽ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. എന്താണ് ആ സർക്കിൾ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഡോക്ടറുടെ ഗൈഡൻസാണ്. നിങ്ങളുടെ ബ്ലഡ് വാല്യൂസ്, അതുപോലെ നിങ്ങളുടെ മറ്റ് പെർഫോമൻസുകൾ, നിങ്ങളുടെ ക്ലിനിക്കൽ ആസ്പെക്ട്സ് ഒക്കെ തന്നെ അത് കോൺസ്റ്റൻ്റ്ലി മോണിറ്റർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ റെഗുലർലി മോണിറ്റർഡ് ആയിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഒരു ഡോക്ടറുടെ ഒരു സപ്പോർട്ടാണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതൊരു കംപ്ലീറ്റ് റിവേഴ്സൽ പ്രോഗ്രാമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഏതൊരു ഡയബറ്റിക് റിവേഴ്സൽ പ്രോഗ്രാമിലും ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ ആവശ്യമാണ്, തർക്കമില്ല. പക്ഷേ മെഡിക്കൽ സൂപ്പർവിഷൻ സെൻറ്റർ സ്റ്റേജ് ബാക്കിയെല്ലാം പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലെത്താതെ പോകുന്നത്. ഓക്കെ, പക്ഷേ അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായി നിങ്ങളുടെ ഡയബറ്റിസിൻ്റെ ലെവൽ ഏതുവരെ എത്തിയെന്നും അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ശാസ്ത്രീയമായ വാല്യൂസും ടെക്നിക്സും ഉപയോഗിച്ച് ശാസ്ത്രീയമായിട്ടുള്ളൊരു അപഗ്രഥനം എപ്പോഴും ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരു ജലരേഖ വരച്ചതുപോലെ ഇരിക്കും. ഞാൻ നന്നായി ഉറങ്ങുന്നു, ചിലർ നന്നായി ഭക്ഷണം കഴിക്കുന്നു, ചിലർ മെൻ്റൽ ഹെൽത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. പലതും എനിക്ക് തോന്നുന്നു ഒരു അസംഷൻസ് ആയിട്ട് മാറും. ഇതിനെ വ്യക്തമായ ഡേറ്റയായി, വ്യക്തമായി നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി കാണിച്ചു തരാൻ കഴിയുന്ന ഒരു സംഗതിയായി മാറണമെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ അടിത്തറ ആവശ്യമാണ്. അതിന് വ്യക്തമായൊരു മെഡിക്കൽ സൂപ്പർവിഷനും ആവശ്യം. എനിക്ക് ഡോക്ടർ സുധീർ പറഞ്ഞ വെച്ചിട്ട് എനിക്ക് നോക്കിയാൽ നമ്മുടെ ചില ക്ലയൻസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ്, പലർക്കും അവരുടെ ഭക്ഷണ കാര്യങ്ങളിലോ അവരുടെ ബിഹേവിയറിലോ വലിയ മാറ്റം വരുത്താൻ പറ്റാത്തവർക്ക് നമ്മൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ CGM-കൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ, ഈ CGM ശരിക്കും പറഞ്ഞാൽ ഗ്ലൂക്കോസ് മോണിറ്റർ ആണെങ്കിലും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള അവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റിയ ഏറ്റവും നല്ല ടൂളായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തീർച്ചയായും CGM ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും അവർക്ക് റിയൽ ടൈമായിട്ട് ഒരു ഡേറ്റ കിട്ടുകയാണ്. ഇത് കഴിക്കുമ്പോൾ അവരുടെ ഗ്ലൂക്കോസിൽ എന്ത് മാറ്റം ഉണ്ടാകും. ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിൽ ശക്തമായൊരു ഇടപെടൽ നടത്താനായിട്ട് ഒരുപക്ഷെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ CGM ഉൾപ്പെടെ ആ ഒരു ക്ലിനിക്കൽ മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. ഒരു വ്യക്തി നന്നായി ഉറങ്ങുന്നില്ല, അത് ചിലപ്പോൾ ഫാഷനായി കരുതുന്ന ആളുണ്ടാകും, തിരക്കേറിയ ബിസിനസ്സുകാരനായിരിക്കും, ഉറങ്ങുന്നില്ല എന്നുള്ളൊരു ഊറ്റം കൊള്ളുന്നൊരു വ്യക്തി തന്നെയായിരിക്കും. അദ്ദേഹം വർഷങ്ങളായി ഡയബറ്റീസ് മല്ലടിക്കുന്നു. അതും ഡയബറ്റീസുമായുള്ള പ്രത്യക്ഷമായുള്ളൊരു ബന്ധം എത്ര വായിച്ചാലും ശാസ്ത്ര പഠനങ്ങൾ വായിച്ചാലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ CGM-ലെ വാല്യൂസ് നന്നായി ഉറങ്ങുന്ന ദിവസം വളരെ മെച്ചപ്പെട്ടും അല്ലാത്ത ദിവസം വളരെയധികം മോശമായിട്ടും കാണുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് വ്യക്തമായൊരു തിരിച്ചറിവും അതുവഴി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ശാശ്വതമായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ ഹാർമണി
വെൽനസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം നിരവധി വ്യക്തികളുടെ ഡയബറ്റിസ് സ്റ്റാറ്റസിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാക്കിയ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ നേരത്തെ സംസാരിച്ച മെറ്റബോളിക് പിരമിഡ് കൺസെപ്റ്റിലെ ഘടകങ്ങൾ കോർത്തിണക്കുകയും വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഒരു കോംപ്രിഹെൻസീവ് ഡയബറ്റിക് റിവേഴ്സൽ പ്രോഗ്രാമാണ് ഡയബെക്സിറ്റ്. ഈ പ്രോഗ്രാമിലൂടെ ഇതിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാലയളവിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ഹെൽത്ത് ബിഹേവിയറൽ ചേഞ്ചസാണ്. ഇതിന് നിങ്ങളെ സഹായിക്കാനായി ഈ ലക്ഷ്യം നേടിയെടുക്കാനായി നിങ്ങളെ സഹായിക്കുന്നത് ഇതിൽ ഫങ്ഷണൽ ഹെൽത്ത് എക്സ്പേർട്സ് ഉണ്ട്, പല സ്പെഷ്യാലിറ്റികളുള്ള ഡോക്ടർമാരുണ്ട്, ന്യൂട്രീഷനിസ്റ്റുകളുണ്ട്, ഡയറ്റീഷ്യൻസ് ഉണ്ട്, ഹെൽത്ത് കോച്ചസ് ഉണ്ട്, ഫിറ്റ്നസ് എക്സ്പേർട്സ് ഉണ്ട്, യോഗ എക്സ്പേർട്സ് ഉണ്ട്. ഇത് ഏറ്റവും സവിശേഷത ആയിട്ട് ഞങ്ങൾ കരുതുന്നത് നിങ്ങളോടൊപ്പം ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രസ് ചാർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരു സന്തത സഹചാരിയായി നിങ്ങളോടൊപ്പം നടക്കുന്ന ഹെൽത്ത് കോച്ചസ്, അത്തരത്തിലുള്ള ഹെൽത്ത് കോച്ചസിൻ്റെ ഒരു വളരെ സവിശേഷമായൊരു ടീം തന്നെ ഹാർമണി വെൽനസ്സിനോടൊപ്പമുണ്ട്. സോ നിങ്ങളേവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യും. മാത്രമല്ല ഡയബെക്സിറ്റ് പ്രോഗ്രാമിന് ഒരു വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട്. ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 5 month പ്രോഗ്രാമാണ്. ഈ 5 മാസം കൊണ്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയബറ്റീസ് സ്റ്റാറ്റസിന് ഒരു അസസ്മെൻറ്റ് നടത്തുക ത്രൂ വേരിയസ് സയൻറ്റിഫിക് മാർക്കേഴ്സ് ആൻഡ് ഫിസിക്കൽ അസസ്മെൻറ്റ്, ബിഹേവിയറൽ അസസ്മെൻറ്റ്, മെഡിക്കൽ സിംറ്റംസ് അസസ്മെൻറ്റ് അതൊക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നു. ആ ഡിസൈൻ ചെയ്ത പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞ എക്സ്പേർട്സ് എല്ലാം കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്തതിന് ശേഷം മേ ബി ടുവേർഡ്സ് എൻഡ് ഓഫ് ദറ്റ് 5th month നിങ്ങൾക്ക് വേണ്ട ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ സസ്റ്റെയിൻ ചെയ്യണം. അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് ലോങ് സപ്പോർട്ടും ഹാർമണിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും.